തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. എങ്ങോട്ടോ പോവുകയാണെന്ന് തോന്നുന്നു. തിരിച്ചു വരുന്നത് വരെ സമാധാനമായിട്ടിരിക്കാം. അച്ഛമ്മയുടെ വിച്ചുമോൻ നഴ്സറി പോകാൻ റെഡിയായോ? എന്നാ നമുക്ക് പോവാം. അച്ഛമ്മയുടെ എത്ര കാലമായിട്ടുള്ള ആഗ്രഹമാടാ മോനെയും കൂട്ടി നഴ്സറി പോകാന്നുള്ളത്. മോനെ അച്ഛമ്മ എടുക്കണോ അതോ മോൻ നടക്കൂ? ആണോ? അയ്യോടാ, അപ്പൊ അച്ഛമ്മ റെഡി ആയത് വെറുതെ ആയോ? അല്ല, അവന്റെ ആദ്യ ദിവസമല്ലേ, ഇന്നിവനെ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. അപ്പോ ഞാൻ ആശിച്ചതൊക്കെ വെറുതെ ആയല്ലേ? എന്റെ പേരക്കുട്ടി ആദ്യമായിട്ട് പഠിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് ഞാനായിരിക്കുന്ന വിചാരിച്ചത്. കഴിഞ്ഞ വിജയദശമി ദിവസം ഇവനെ അക്ഷരം എഴുതിക്കാൻ കൊണ്ടുപോയത് ഞാനായിരുന്നില്ലേ ഇന്ദ്ര? അതുപോലെയാണോ അമ്മേ? മോൻ ടീച്ചർമാരും കൂട്ടുകാരുമായിട്ട് അടുക്കുന്നവരെ അവന്റെ കൂടെ തന്നെ നിൽക്കണം. അതൊക്കെ എനിക്കും അറിയാം. എന്റെ മക്കളെ ഞാൻ നഴ്സറിയിൽ നിന്നും പറഞ്ഞു വിട്ടില്ലെങ്കിലും ആദ്യമായി 1ാം ക്ലാസ്സിൽ ചേർക്കാൻ കൊണ്ടുപോയതൊക്കെ ഞാൻ തന്നെയാ. അന്നിവനൊക്കെ സ്കൂളിന്റെ പടി കാണുമ്പോഴേ കരച്ചില്ല. അവിടെയൊന്ന് പിടിച്ചിരുത്താൻ ഞാൻ പെട്ട പാട് അതെനിക്കേ അറിയൂ. ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ വിച്ചൂട്ടൻ എന്ത് സന്തോഷത്തിലാ നഴ്സറി പോകാൻ ഇറങ്ങിയിരിക്കുന്നേ. വയസ്സാകുമ്പോഴുള്ള ഓരോ ആഗ്രഹങ്ങളല്ലേ ഇന്ദ്ര. കൊച്ചുമോന്റെ കൈയും പിടിച്ച് നഴ്സറി പോവാന്നൊക്കെ പറഞ്ഞ എന്നെ പോലുള്ളവർക്ക് ഇത്രയും കാലം ജീവിച്ചതിന് കിട്ടുന്ന ഒരു അംഗീകാരോ. ചുമ്മാ ജീവിതം തൊലച്ച് നടന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ചവരുടെ കാര്യമാ. ഇന്നിവിടെ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവരൊക്കെ എന്നെ പോലുള്ള അച്ഛമ്മമാരോ അമ്മമാരോ ഒക്കെ ആയിരിക്കും. അതേ അവരുടെ ഒരു അധികാരമാണ്. നിങ്ങളെപ്പോലെ ഒരു മക്കളും അത് തട്ടിപ്പറിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേ, അങ്ങനെ ഒന്നും കരുതണ്ട. ഇന്നിപ്പോ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. നാളെ മുതല് മോനെ കൊണ്ട് അമ്മയ്ക്ക് തന്നെ പോവാം. ഓ, അത് ശരിയാ. വീട്ടിലിരിക്കുന്ന വയസ്സായവരുടെ ജോലിയാണല്ലോ അതൊക്കെ. അങ്ങനെയുള്ളവർ അതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. എന്നാ പിന്നെ നിങ്ങൾ മോനെ കൊണ്ടങ്ങ് പോയിക്കോ, സമയം കളയണ്ട. ആദ്യ ദിവസം തന്നെ വൈകി ചെല്ലരുതല്ലോ. പോയിക്കോ മോനെ. ഇന്ന് മോൻ അച്ഛമ്മയുടെ കൂടെ പോയിക്കോ. മോനെ വിളിച്ചോണ്ട് വരാൻ അച്ഛനമ്മയും വരാം. ഏയ്, നല്ല മോനല്ലേ. നല്ല കുട്ടികള് അച്ഛനും അമ്മയും പറഞ്ഞാൽ അനുസരിക്കണം. മോനെ, അച്ഛമ്മയുടെ കൂടെ പോയില്ലെങ്കിലേ അച്ഛമ്മയ്ക്ക് സങ്കടം വരില്ലേ? മോൻ അച്ഛമ്മയുടെ കൂടെ പോയിക്കോ, മോന്റെ അച്ഛമ്മയല്ലേ. പോയിട്ട് വാ മോനെ. എന്റെ മോൻ പഠിച്ച് മിടുക്കനായിട്ട് വളരണം. അപ്പൂപ്പന്റെ പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ. മോൻ പോയിട്ട് വാ. ഓ, കുഞ്ഞൊരു നല്ല വഴിക്ക് പോകുമ്പോ അതിനെ തൊട്ട് അശുദ്ധമാക്കി വൃത്തികെട്ട കയ്യ്. വാ പോവാം. വന്നേ. ഇത്രയില്ലാത്ത കുഞ്ഞിനെ ആവശ്യമില്ലാത്തൊക്കെ പഠിപ്പിച്ചു വെച്ചിരിക്കുക. ഇതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞു കൊടുത്തേക്കെന്തിരാ. വാ മോനെ, നടക്ക്. ടാറ്റാ. അതെ, ഗുരുത്വം എന്നുള്ളതേ ആരും പറഞ്ഞു കൊടുത്തുണ്ടാവുന്നതല്ല ഇന്ദ്രേട്ടാ, ജന്മനാ ഉണ്ടാവുന്നതാ.
ഞാൻ ഇറങ്ങാം. ഇതെന്റെ ഏട്ടത്തി മോന്റെ കൂടെ നേഴ്സറി പോയില്ലേ? ഇല്ല, ആ ഡ്യൂട്ടി അമ്മ ഏറ്റെടുത്തു. അയ്യോ, ഏട്ടനും ഏട്ടത്തിയും കൂടി ആദ്യമായി മോനെ നേഴ്സറി കൊണ്ടുവിടണമെന്ന് തീരുമാനിച്ചിരുന്നല്ലേ? അത് കുഴപ്പമില്ല. അമ്മയുടെ ആഗ്രഹത്തിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കണ്ടേ? കൊച്ചുമോനെ ആദ്യമായിട്ട് നഴ്സറി കൊണ്ടുപോവാൻ അമ്മ ഒരുപാട് ആഗ്രഹിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് വേറെ വല്ലയിടത്ത് പോകാനുണ്ടോ? ഇനി എന്നും മോനെ കൊണ്ടുവിടുന്ന കാര്യവും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാലോ. അത് കുഴപ്പമില്ല സോനെ, നീ ക്ലാസ്സിന് പോയിക്കോ, ഞാനിവിടെ ഉണ്ടല്ലോ. എനിക്ക് 2 ദിവസം ക്ലാസ്സിൽ ഏട്ടത്തി. പഠിപ്പിക്കുന്ന മേഡത്തിന് എന്തോ വലിയ മേക്കപ്പ് പ്രോഗ്രാം, അവരതിന് പോയിരിക്കുക. എടുത്തി അമ്മയെ ഡ്രസ്സ് നശിപ്പിച്ച കാര്യം സോന പറഞ്ഞു. എങ്ങനെയാ അത് അമ്മയുടെ കയ്യിലെത്തിയത്? ആർക്കറിയാൻ സത്യ, തെളിവൊന്നും ഇല്ലല്ലോ. പിന്നെ അമ്മ ചെയ്താണെന്ന് അമ്മ തന്നെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഡ്രസ്സ് നശിപ്പിച്ചതിനേക്കാളും കഷ്ടായതേ അതിന്റെ ഒപ്പം വെച്ചിരുന്ന അച്ഛന്റെ ടാബ്ലറ്റ്സ് മാറ്റിയെന്നുള്ളതാ. ടാബ്ലറ്റ്സ് മാറ്റിയെന്നോ? എന്നുവെച്ചാ? അച്ഛന് ശ്വാസമുട്ടനുള്ള ഗുളിക വാങ്ങി വെച്ചിരുന്നു. പക്ഷേ അച്ഛന്റെ കയ്യിൽ എത്തുമ്പോഴത്തേക്ക് പനിക്കുള്ള സാധാരണ ടാബ്ലറ്റ് ആയത് മാറി. ഭാഗ്യം. പനിയുടെ ഗുളികയല്ലേ വെച്ചുള്ളൂ, വല്ല ഉറക്ക ഗുളികൊന്നും വെച്ചില്ലല്ലോ. ഏട്ടത്തി സൂക്ഷിച്ചോ, അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ സമാധാനം പറയേണ്ട ഏട്ടത്തിയായിരിക്കും. അതൊന്നും കുഴപ്പമില്ല ശ്യാമൻ. അദ്ദേഹം ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ഞാൻ ചെയ്യും. പിന്നെ അത് ആരെങ്കിലും തോൽപ്പിക്കാനോ എനിക്ക് മദർ തെരേസ ആവാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല.